ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വെറുതെ കളയുന്ന ഇതുപോലുള്ള ചെറുനാരങ്ങയുടെ തോലുണ്ടെങ്കിൽ അതും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസൃതം ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറുനാരങ്ങയുടെ തോലാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലേക്ക് ഒരു 1/4 ലിറ്റർ അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് തിള വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് സമയത്തേക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ തോല് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സിന്തറ്റിക് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വിനെഗറാണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ആ ഒരു ചെറുനാരങ്ങയുടെയും സിന്തറ്റിക് വിനെഗറൊക്കെ ചേർന്ന ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഞാൻ ആ ഒരു ചൂടോടുകൂടി തന്നെയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ആറിയതിനു ശേഷം മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് ചെറിയ ചൂടോടുകൂടി മാറ്റി ഒഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ്. ചെറിയ ചൂടോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു കർപ്പൂരം നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉജാലയാണ്. ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ക്ലോറിനേക്കാളും നല്ല വെണ്മയും അതുപോലെ തന്നെ ക്ലീനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഉജാല സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത ഒരു വെള്ളത്തിലേക്ക് ഒരു 4 ഡ്രോപ്പ് അളവിലേക്ക് 4 തുള്ളി ഉജാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഉജാലയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ ഒരു 1/2 ലിറ്റർ അളവിലേക്കാണ് സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ലിറ്റർ ബോട്ടിലേക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തുകൊണ്ട് ഒരുപാട് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് മണിക്കൂർ കണക്കിന് നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പ് ഓൾറെഡി വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ഷൈനിങ് ഇല്ലാണ്ട് കൊണ്ട് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഗ്ലാസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷൈനിങ് ഇല്ലാണ്ട് പഴയതുപോലെ ആയിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഗ്ലാസ് സ്റ്റോപ്പ്. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നന്നായിട്ട് നല്ല പുത്തം പുതിയതുപോലെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എൻ്റെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിച്ചൺ ടവലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ക്ലീനിങ് ആവശ്യത്തിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു കിച്ചൺ ടവൽ. ഈ ഒരു കിച്ചൺ ടവൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കിച്ചൺ ടവൽ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിച്ചൺ ടവൽ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്തപ്പോഴത്തേക്കും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഈ ഒരു ഗ്ലാസ് സ്റ്റോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നല്ല പളാന്നായിട്ടുണ്ട് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ്. ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അത് മാത്രമല്ല കേട്ടോ, വീട് തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മോപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ ബാഡ് സ്മെൽ ഇല്ലാണ്ട് കൊണ്ടും പൂപ്പലിൻ്റെ മണം ഇല്ലാണ്ട് കൊണ്ടും അത് മാത്രമല്ല ടൈൽസ് നല്ല പളാന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾ വീട് തുടച്ചെടുത്താൽ മതിയാകും. മാത്രമല്ല നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ്റെ മണം അടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെയും പൊടിയച്ചകളുടെയും കൊതുകിൻ്റെ ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും. കടയിൽ നിന്നും കണ്ട കെമിക്കലൊക്കെ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് നമ്മൾ ഇതുപോലൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അത് മാത്രമല്ല കേട്ടോ, കിച്ചൺ സിങ്കിലും നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് റണ്ണിങ് വാട്ടറിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ തേച്ച് കഴുകാണ്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല പുത്തം പുതിയതായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ക് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. ആ ഒരു വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല പുത്തം പുതിയതുപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ്റെ മണം അടിച്ചിട്ട് കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ ഒരു തക്കാളി ഒന്ന് വേവിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ തക്കാളി വേവിച്ചെടുത്ത ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ചെറിയൊരു മസാല നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 അല്ലി വെളുത്തുള്ളിയും ഒരു 7-8 ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകം, അതുപോലെ തന്നെ കുരുമുളകും വേണം. ഞാൻ കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കേണ്ടതില്ല. ഇതുപോലെ നമ്മൾ അരച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ആ ഒരു മസാല, അതായത് ചുമന്ന ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകം ചേർത്ത് നമ്മൾ അരച്ചെടുത്ത ഒരു മസാലയാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനു മുമ്പായിട്ട് ചെറിയ കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച ആ ഒരു മസാല എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മസാലയുടെ പച്ചമണം പോകുന്നത് വരയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ സിമ്പിളായിട്ടും ചോറിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കിടിലൻ രസമാണ് കേട്ടോ. തക്കാളി രസമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മസാല നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ ആ ഒരു പച്ചമണം പോയാൽ മതിയാകും. അതായത് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണ ഇതുപോലെ മേലേക്കൊന്ന് തെളിഞ്ഞ് വന്നാൽ മതിയാകും. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മസാലയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മസാലയുടെ കൂടെ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്താ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് മല്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോകത്തക്ക രീതിക്ക് നമുക്ക് ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിനിമം 3 പേർക്ക് ധാരാളമായിട്ട് തന്നെ കഴിക്കാനുള്ള രസമാണ് നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് തക്കാളി വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്ത ആ ഒരു തക്കാളി ഇതുപോലെ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചിലർക്ക് തക്കാളി രസത്തിൽ ഇതുപോലെ തക്കാളിയുടെ കുരും തോലൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഒരു ചിലർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്ക് അതുപോലെ അങ്ങ് ഒഴിച്ചാൽ മതിയാകും. അല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയിലേക്ക് നമ്മുടെ തക്കാളി വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാകും കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു രസത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതിയാകും. നമ്മുടെ രസം ഇവിടെ റെഡിയാകും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ, അതായത് തിള ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി രസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് മല്ലിയിലയും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അത്ര തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ രസമാണ് കേട്ടോ. അത്രത്തോളം നല്ല ടേസ്റ്റാണ് ഈ ഒരു രസം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച നമ്മുടെ ഇതുപോലുള്ള മാറ്റുകളൊക്കെ വളരെ എളുപ്പത്തിൽ കൈ തൊടാണ്ട് കൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. എൻ്റെ ഈ ഒരു മാറ്റ് നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മാറ്റ് നല്ല പളാന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ബ്ലീച്ചിങ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത ആ ഒരു മാറ്റ് നല്ല രീതിയിൽ തന്നെ മുങ്ങത്തക്ക രീതിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇതുപോലൊന്ന് മുക്കി വെക്കാം. നിങ്ങൾക്ക് ആ ഒരു ഡോർമാറ്റിൻ്റെ പുറകെ കണ്ടാൽ അറിയാം നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് അതിലേക്ക് മുക്കി വെക്കാം. വെറും ഒരു 10 മിനിറ്റ് സമയത്തേക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാറ്റിലുള്ള അഴുക്കൊക്കെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്.
കൈ തൊടാണ്ട് കൊണ്ട് സോപ്പില്ലാണ്ട് സോപ്പ് പൊടി ഇല്ലാണ്ട് വാഷിംഗ് മെഷീനൊന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് കല്ലിലിട്ട് ഉരയ്ക്കാണ്ട് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാറ്റ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു മാറ്റിലുള്ള അഴുക്കൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തവി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു മാറ്റ് നന്നായിട്ട് കുതിർന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇളകി ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല വെള്ളത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കാണിക്കാം എത്രത്തോളം അഴുക്കാണ് കുതിർന്നിട്ട് ആ ഒരു മാറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫ് വൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത്. ആ ഒരു ഡോർമാറ്റിൻ്റെ പുറകിലും നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ച് ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കതൊന്ന് കഴുകിയെടുക്കാം. വളരെ എളുപ്പത്തിൽ സോപ്പ് പൊടി ഒന്നുമില്ലാണ്ട് കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ മാറ്റ് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി നിങ്ങൾ അഴുക്ക് പിടിച്ച നിങ്ങളുടെ മാറ്റ് ഏത് തന്നെയാണെങ്കിലും എത്ര തന്നെയാണെങ്കിലും അത് ഈ ഒരു രീതിയിൽ ഒരു തവണ ഒന്ന് കഴുകി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാറ്റിൻ്റെ പുറകൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കഴുകിയെടുത്ത മാറ്റ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിക്കാം കേട്ടോ. നന്നായിട്ടൊന്നും ഉണങ്ങി വന്നിട്ടില്ല, ചെറിയ തോതിലൊന്നും ഉണങ്ങിയിട്ടേ ഉള്ളൂ, മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഞാൻ മുകളിൽ കാണിക്കാം. അഴുക്കുള്ള ആ ഒരു മാറ്റും ഞാനിപ്പോൾ കഴുകിയെടുത്ത ആ ഒരു മാറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉറപ്പായിട്ടും ഇനി നിങ്ങൾ മാറ്റ് കഴുകുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൈ വേദനിക്കാണ്ട് കൊണ്ട് കുനിയാണ്ട് കൊണ്ട് സോപ്പും പൊടിയും ഒന്നുമില്ലാണ്ട് കൊണ്ട് വാഷിംഗ് മെഷീനിലിടാതെ കല്ലിലിട്ട് ഉരയ്ക്കാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മാറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.